ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ് ബൈ മോസി. ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നൊസ്റ്റാൾജിക് ഒരു സ്നാക്സുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കാഷ്യൂനട്ടാട്ടോ ഇത്. അപ്പോൾ വറുത്തെടുത്ത കാഷ്യൂനട്ടാണിത്. അപ്പോൾ ഇതിന് തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് നല്ലൊരു പണി തന്നു ഗൈസ്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മക്ക് എന്നെ വളരെയധികം വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അടുത്താട്ടത് തന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പ് എനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ രാവിലെ തന്നെ ഇതൊരു പാത്രം മുന്നിൽ കൊടുന്ന് വെച്ചപ്പോൾ എനിക്ക് കഴിക്കാൻ ഒട്ടും തോന്നില്ല ഗൈസ്. ഞാനതൊക്കെ തോടടുത്തിയെടുത്തു. പിന്നെ അമ്മ എന്നെ സോപ്പിടാൻ വേണ്ടി ഒരു കപ്പ് കോഫിയും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കോഫിയൊക്കെ കുടിച്ച് ഞാൻ ഈ അണ്ടിപ്പരിപ്പിൻ്റെ തോടൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതെന്തിനാണെന്നല്ലേ, ഇത് നമ്മുടെ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ബ്രദർ ഇന്ന് ഗൾഫ് പോവുകയാണ്. അപ്പോൾ അവനക്ക് അണ്ടിപ്പുട്ട് ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നൊരാഗ്രഹം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റണേ നമ്മൾ സാധിപ്പിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പണി തുടങ്ങുകയാണ്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയാലോ. വരൂ ഗൈസ്, നമുക്ക് അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല കുട്ടിയായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത്രയും തോടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ആദ്യം എന്നോട് അണ്ടിപ്പരിപ്പ് തോട് കളയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് തോടൊന്നും കളയണ്ട, അങ്ങനെ അങ്ങോട്ടിട്ട് അടിച്ചാൽ മതി, അത് കുഴപ്പമില്ലാന്ന്. പക്ഷേ തോട് കളഞ്ഞപ്പോഴാണ് മനസ്സിലായത് അമ്മ പറഞ്ഞതാണ് ശരിയെന്ന്. അപ്പോൾ ആദ്യം അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇതാ അരിയൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അരി വറുക്കണേ ഞാനല്ല കേട്ടോ. അരി വറുക്കാൻ നമ്മളെ എളിയന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അരിയൊക്കെ വറുത്ത് തന്ന് എനിക്ക്. അതുപോലെ തന്നെ കടല ഉണ്ടായിരുന്നു, നിലക്കടല വറുത്ത് തന്ന്. പിന്നെ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് വറുത്ത അണ്ടിപ്പരിപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതെല്ലാം ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടാക്കിയപ്പോൾ എൻ്റെ അമ്മ ഒരു പിടി എടുത്തുകൊണ്ട് എൻ്റെ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്തു കടല വറുത്തത്. അപ്പോൾ അതാ കണ്ടില്ലേ, അരിമണി വറുത്തത് തേങ്ങയും കൂട്ടി ചായ അടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അതിലേക്കൊന്നും പോയില്ല. വേഗം അണ്ടിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉരലൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലല്ലേ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ കറണ്ട് പോകുമ്പോഴത്തേന് ഇത് റെഡി ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നമ്മൾ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ അരിയൊക്കെ വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടലയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അരിമണി വറുത്തത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല നൈസായി പൊരിച്ചെടുക്കണം കേട്ടോ, തരി പാടില്ല. അപ്പോൾ അതാ ഇവിടെ പൊടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ പൊടിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് കൈകൊണ്ട് കുഴക്കണക്കാട്ടി നല്ല ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാമെന്ന്. അങ്ങനെ പൊടിച്ചെടുത്ത് ഇപ്പോൾ അതാ നമ്മൾ അണ്ടിപ്പുട്ടൊക്കെ ഇങ്ങനെ ഇവിടെ റെഡി ആക്കി എടുക്കുകയാണ്. കണ്ടില്ലേ, വളരെ ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇട്ടത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം പോരട്ടോ, ആ കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എന്നാൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.